നമസ്കാരം. കന്നഡ നടൻ ദർശൻ തൂഗുദീപയുടെ ഫാം ഹൗസ് മാനേജറെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. ദർശന്റെ ബംഗളൂരുവിലെ ഫാം ഹൗസ് നോക്കി നടത്തുന്ന ശ്രീധരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫാം ഹൗസിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. മരിക്കാൻ തീരുമാനിച്ചതിനുള്ള കാരണങ്ങൾ വ്യക്തമാക്കി ഒരു വീഡിയോ സന്ദേശവും ശ്രീധർ തയ്യാറാക്കിയിരുന്നതായി പോലീസ് പറയുന്നു. കടുത്ത ഏകാന്തത അനുഭവപ്പെടുന്നതിനാലാണ് ജീവനൊടുക്കുന്നതെന്ന് എഴുതിയ ആത്മഹത്യാക്കുറിപ്പാണ് കണ്ടെടുത്തത്. ഇതേ കാര്യം പറഞ്ഞുള്ള വീഡിയോ സന്ദേശവും പുറത്തുവന്നു. തൻ്റെ പ്രിയപ്പെട്ടവരാരും മരണത്തിൽ ഉത്തരവാദികളല്ലെന്നും സന്ദേശത്തിൽ വ്യക്തമാക്കി. തൻ്റെ കുടുംബത്തെ ഇതിലേക്ക് ഒരു കാരണവശാലും വലിച്ചിഴക്കരുതെന്നും ശ്രീധർ കുറിപ്പിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ശ്രീധറിൻ്റെ മരണവും ദർശൻ പ്രതിയായ രേണുകാസ്വാമി കൊലക്കേസും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രാജ്യമെമ്പാടും വലിയ കോളിളക്കമുണ്ടാക്കിയ സംഭവമായിരുന്നു കൊലപാതക കേസിൽ സൂപ്പർ സ്റ്റാർ ദർശൻ അറസ്റ്റിലായത്. കന്നഡ സിനിമാ രംഗത്ത് ചലഞ്ചിങ് സ്റ്റാർ എന്ന് വിളിപ്പേരുള്ള ദർശൻ ആരാധകനായ രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ദർശന്റെ പെൺസുഹൃത്തും സിനിമാ താരവുമായ പവിത്ര ഗൗഡയ്ക്ക് മോശം പരാമർശം നിറഞ്ഞ മെസ്സേജ് അയച്ചതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഒരു സംഘം ആളുകളെ ഉപയോഗിച്ച് ദർശൻ രേണുകാസ്വാമിയെ തട്ടിക്കൊണ്ടുവരികയും മൃഗീയമായി കൊലപ്പെടുത്തുകയും ചെയ്തെന്നാണ് പോലീസ് പറയുന്നത്. കാണാതായി ദിവസങ്ങൾക്ക് ശേഷം രേണുകാസ്വാമിയുടെ മൃതദേഹം ബംഗളൂരുവിലെ അഴുക്കുചാലിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. അതേസമയം രേണുകാസ്വാമിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതികളായ നടൻ ദർശൻ തൂഗുദീപയും സംഘത്തെയും ക്രൈം സീൻ പുനഃസൃഷ്ടിക്കാൻ മൈസൂരിലെത്തിക്കാനും അന്വേഷണ സംഘം ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു നടന്റെ പേര് കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. കന്നഡയിലെ പ്രശസ്ത ഹാസ്യതാരം ചിക്കണ്ണയെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ്. ചിക്കണ്ണ കേസിൽ സാക്ഷിയായേക്കുമെന്നും വിവരമുണ്ട്. തിങ്കളാഴ്ച ചിക്കണ്ണെ പോലീസ് 1 മണിക്കൂർ ചോദ്യം ചെയ്തെന്ന് വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ മാസം ജൂൺ 8-ന് രേണുകാസ്വാമിയെ ദർശന്റെ ആരാധകർ പിടിച്ചുകൊണ്ട് വരുമ്പോൾ സൂപ്പർ താരത്തിനൊപ്പം ചിക്കണ്ണയും ഉണ്ടായിരുന്നതായിട്ടാണ് റിപ്പോർട്ട്. രേണുകാസ്വാമിയെ മർദ്ദിക്കാനായി ഷെഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദർശനും ചിക്കണ്ണയും നഗരത്തിലെ പബ്ബിൽ ആഘോഷത്തിലായിരുന്നുവെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു. ഇവിടെ നിന്നും രേണുകാസ്വാമിയെ മർദ്ദിച്ച് അവശനാക്കിയിട്ടായിരുന്നു ഷെഡിലേക്ക് ദർശൻ കൊണ്ടുപോയത്. ഇവിടെ നിന്ന് ദർശൻ തിരികെ പബ്ബിലേക്ക് തന്നെ പോയി. രേണുകാസ്വാമിയെ ഗോഡൌണിൽ പൂട്ടിയിട്ട ശേഷം പ്രതികൾ പബ്ബിൽ തിരിച്ചെത്തി തുടർ നടപടികൾ ആലോചിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കേസന്വേഷണത്തിന്റെ ഭാഗമായി ദർശനെയും ചിക്കണ്ണയും ഈ പബ്ബിലേക്ക് എത്തിച്ച് അന്നത്തെ സംഭവങ്ങൾ പുനരാവിഷ്കരിക്കാൻ പോലീസ് തീരുമാനിച്ചതായും റിപ്പോർട്ട് ചെയ്യുന്നു. ദർശന്റെ പങ്കാളിയായ പവിത്ര ഗൗഡയ്ക്ക് രേണുകാസ്വാമി ചില അശ്ലീല സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിൽ അയച്ചിരുന്നു. ഇത് 47-കാരനായ നടനെ പ്രകോപിപ്പിച്ചതായി പോലീസ് പറഞ്ഞു. ജൂൺ 8-ന് ഇയാളെ തട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. 19 പേരെയാണ് കേസിൽ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 8-നാണ് ചിത്രദുർഗ സ്വദേശിയായ രേണുകാസ്വാമി കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത്. 9-ന് കാമാക്ഷിപാളയത്തെ ഓടയിൽ നിന്ന് ഇയാളുടെ മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു. രേണുകാസ്വാമിയെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് ക്രൂരമായി പീഡിപ്പിച്ചിരുന്നുവെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. മാഠിയയിൽ നിന്നുള്ള കേബിൾ തൊഴിലാളിയായ ധനരാജ് എന്ന പുതുതായി അറസ്റ്റിലായ പ്രതിയാണ് പീഡനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയെന്ന് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. മറ്റൊരു പ്രതിയായ നന്ദിഷ് ബംഗളൂരുവിലെ ഒരു ഗോഡൌണിലേക്ക് ധനരാജിനെ വിളിച്ചു വരുത്തി. അവിടെ രേണുകാസ്വാമിയെ ഷോക്കടിപ്പിക്കാൻ ഇലക്ട്രിക്കൽ മെഗർ ഉപയോഗിക്കാൻ പദ്ധതിയിട്ടിരുന്നു. ഉപകരണവും പോലീസ് പിടിച്ചെടുത്തിരുന്നു. നടിയും ഫാഷൻ ഡിസൈനറുമായ പവിത്ര ഗൗഡ ദർശനുമായി 10 വർഷമായി ബന്ധം പുലർത്തി വരുന്നതായി പോലീസ് പറയുന്നു. ഇവർക്ക് ഭർത്താവും മകളുമുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ പവിത്ര ഗൗഡ മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് ചലഞ്ചിങ് സ്റ്റാർ എന്നറിയപ്പെടുന്ന ദർശനുമായി 10 വർഷത്തെ ബന്ധം എന്ന പേരിൽ ദർശനുമായുള്ള ബന്ധം വെളിപ്പെടുത്തി ഇൻസ്റ്റാഗ്രാമിൽ റീൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിനെ വിമർശിച്ച് ദർശന്റെ ഭാര്യ വിജയലക്ഷ്മി പവിത്രയും അവരുടെ ഭർത്താവുമൊത്തുള്ള ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു. ഇതോടെ പവിത്രയ്ക്ക് നേരെയുള്ള ദർശന്റെ ആരാധകരുടെ ക്ഷോഭം സാമൂഹ്യ മാധ്യമത്തിൽ നിറയുകയായിരുന്നു. തുടർന്ന് ചിത്രദുർഗ വെങ്കടേശ്വര ലേഔട്ട് സ്വദേശിയും ദർശന്റെ കടുത്ത ആരാധകനുമായ രേണുകാസ്വാമി പവിത്രയെക്കുറിച്ച് സാമൂഹ്യ മാധ്യമത്തിൽ മോശം കമന്റ് ഇട്ടു. പവിത്ര ദർശനെയും ഭാര്യ വിജയലക്ഷ്മിയും അകറ്റുനിന്ന് ആരോപിച്ചായിരുന്നു ഇത്. പവിത്രയെക്കുറിച്ച് രേണുകാസ്വാമിയുടെ മോശം കമന്റുകൾ നിരന്തരം വരാൻ തുടങ്ങിയതോടെ ഇദ്ദേഹത്തെ വകവരുത്താൻ പവിത്ര തീരുമാനിക്കായിരുന്നുവെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ.